വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ആണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉലുവ കുതിർത്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി. പിന്നെ അതേപോലെ കഞ്ഞിവെള്ളവും ചോറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളും നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉലുവ ഞാൻ കഞ്ഞിവെള്ളത്തിൽ അരച്ചെടുത്തു. പിന്നെ ചോറും കഞ്ഞിവെള്ളവും കൂടി അരച്ചു. ഉലുവ കുതിർത്ത വെള്ളമുണ്ട്, പിന്നെ എണ്ണയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയറൊക്കെ ഒന്ന് നല്ലോണം ഡീറ്റാങ്കിൾ ചെയ്തിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയറൊക്കെ ഡീറ്റാങ്കിൾ ചെയ്തതാണ്. നമുക്ക് ഓയിലിങ്ങിലേക്ക് പോവാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻസായി എടുത്തിട്ട് നന്നായിട്ട് ഓയിലിട്ടിട്ട് കുറച്ചധികം നേരം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ എടുത്താൽ മതി, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ജസ്റ്റ് കുറച്ച് ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം ഹെയർ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓയിലിംഗ് നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉലുവ കുതിർത്ത വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ തലയിൽ തൊട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ തൊട്ട് കൊടുക്കുകയാണ്. മുടിയുടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ടൊന്ന് എത്തുന്ന രീതിയിൽ ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോവിഡ് ടൈമിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് ചെയ്യണം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഉലുവയാണെങ്കിലും കഞ്ഞിവെള്ളമാണെങ്കിലും ഒക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് തലേ ദിവസം രാത്രി കുതിർത്ത് വയ്ക്കും. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ആ വാട്ടർ എടുത്തിട്ട് തലയിൽ സ്പ്രേ ചെയ്യുക, സ്കാൽപ്പിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനത് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ച ഉലുവ തന്നെയാണ് ഞാനിപ്പോൾ പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ആ ഉലുവയും കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതുപോലെ മുടീനെ സെക്ഷൻസ് ആക്കിയിട്ട് ഞാൻ ആ പാക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ അധികം ഉണങ്ങാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട. പാക്ക് ഇട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അതങ്ങ് കഴുകിക്കളയാം. കാരണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉലുവയല്ലേ, അപ്പോൾ പിന്നെ തലയിലിരുന്ന് അത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എത്ര കഴുകി കളഞ്ഞാലും ചിലപ്പോൾ ഉലുവയുടെ പൊടിയൊക്കെ മുടിയിലിരിക്കുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, മുടി ഡ്രൈ ആയി കഴിയുമ്പോൾ അത് പൊക്കോളും കേട്ടോ. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്താൽ അത് പൊക്കോളും. അപ്പോൾ ഇതാ ഈ കാണുന്ന പോലെ നന്നായിട്ട് സെക്ഷൻസായി എടുത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് പാക്ക് ഇടുക കേട്ടോ. ലെങ്ത്തിൽ അവസാനം ഇട്ടാൽ മതി. സ്കാൽപ്പിൽ നന്നായിട്ട് പാക്ക് ഇട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ ഹെയർ ലോസ് ഒക്കെ ഒന്ന് നിന്നത്. അപ്പോൾ ഞാനത് വളർത്തിയെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെ ഹെയർ കെയർ ചെയ്യുമ്പോൾ അത് വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഞാൻ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്ഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഉലുവയുടെ പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഫേസ് പാക്കിലേക്ക് കിടക്കാമെന്ന്. കാരണം തലയിൽ എന്തായാലും കുറച്ച് നേരം ഇതവിടെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസിൻ്റെ ആ ഒരു പാക്ക് ഞാൻ മുഖത്തിടുകയാണ്. ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് മേലെയായിട്ടൊരു പരുന്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനൊന്ന് മേലോട്ട് നോക്കി പേടിച്ചിരിക്കുന്നത്. ഈ റൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് മിൽക്ക് വെച്ചിട്ടും ഇതിനെ അരച്ചെടുക്കാം, പേസ്റ്റ് പോലെ. ലൈം ജ്യൂസൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ജസ്റ്റ് റൈസും കഞ്ഞിവെള്ളവും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ മാസ്കും ഞാൻ ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ് കണ്ടത്. ഒരു കൊറിയൻ ഫേസ് പാക്ക് എന്ന രീതിയിലാണ് കണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ റിസൾട്ട് എന്നുള്ളത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പം അത്യാവശ്യം കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഹെയർ വാഷ് ചെയ്തു. ഇങ്ങനെ ഓരോ പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ വീടിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്യുക. കാരണം ബാത്റൂംസിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യും. അതിനുശേഷം ഞാൻ നന്നായിട്ട് മുഖവും തലയും ഒക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയൂ. എനിക്ക് തോന്നിയത് ഒരു ഗ്ലോ ഉണ്ടായിരുന്നു, ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. അതിനുശേഷം ഞാൻ പോയി കുളിച്ചു. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹീറ്റ് ഒന്നും യൂസ് ചെയ്യാനാണ് ഞാൻ മുടി ഡ്രൈ ചെയ്യുക. ഇതുപോലെ ഫാനിൻ്റെ മുന്നിലങ്ങിരിക്കും. അപ്പോൾ ഇതാ ഈ കാണുന്ന പോലെ മുടി നന്നായിട്ട് ഡ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുടിയൊക്കെ ഉണക്കി. ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ.